അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ചൈനീസ് ഫുഡ് ട്രൈ ചെയ്താലോ? ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ്. ലൊക്കേഷനൊക്കെ ലാസ്റ്റ് പറയാം. ആംബിയൻസും ഫുഡും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സൊമാറ്റോയിൽ ടോപ്പ് 10 ലിസ്റ്റിലായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഞാൻ അപ്പോൾ അവിടുന്ന് ട്രൈ ചെയ്തത് അവരുടെ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഐറ്റംസ് മാത്രമാണ്. നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് അവരുടെ ജാപ്പനീസ് സോട്ടോ സൂപ്പാണ്. അക്കൗണ്ട് ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി. ഒരു ഒരു പുതിയൊരു ടേസ്റ്റ്, സൂപ്സിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ടേസ്റ്റാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അവിടെ ചില്ലി ബേസിൽ ചിക്കനാണ് നമ്മൾ ട്രൈ ചെയ്തത്. കഴിക്കുന്നത് നിർത്താനേ പറ്റിയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അത് ഒരു തായ്ലൻഡ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. പിന്നെ നമ്മൾ അവരുടെ ഫ്രൈഡ് റൈസാണ് ട്രൈ ചെയ്തത്, കുങ് പാവ് ഫ്രൈഡ് റൈസ്. അതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫ്രൈഡ് റൈസ് ഫാനല്ല, എന്നിട്ട് കൂടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എവറിത്തിങ് ഈസ് ഈക്വലി കുക്ക്ഡ്. വെജീസ് ആയാലും ചിക്കൻ ആയാലും എല്ലാം ഈക്വലി കുക്ക്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ അവരുടെ ലിച്ചി ബ്ലോസമാണ് ട്രൈ ചെയ്തത്. അത് ജസ്റ്റ് സെറപ്പ്, ആ പ്രസൻറ്റേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ജസ്റ്റ് സെറപ്പ് ഇട്ട് വാസ്. ദെൻ അവരുടെ ഡെസേർട്ടായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഡ്രാഗൺസ് ലെയർ ആയിരുന്നു. ക്യാരമലൈസ്ഡ് മിൽക്ക് ചോക്ലേറ്റ് ബെഡിനകത്ത് ചോക്കോ ചിപ്പ് ഐസ്ക്രീം എല്ലാം അടച്ച്, ഓവർ ഫ്രോസൺ അല്ലാത്ത നല്ല അടിപൊളി ഐസ്ക്രീം. അവരുടെ തന്നെ സർവീസ് വൈസ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമുക്ക് ടോട്ടൽ ബില്ല് വന്നത് 1049 രൂപയാണ്. എനിക്ക് അധികം എക്സ്പെൻസീവ് ആയിട്ട് അത് തോന്നിയില്ല. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാർത്തഹള്ളി, ബാംഗ്ലൂർ, AC സ്ലേറ്റിലാണ്. സോ ഡു ചെക്ക് ഔട്ട് ഗൈസ്. അപ്പോൾ ബൈ.